നമ്മൾ കടന്നു ചെല്ലുകയാണെങ്കിൽ അവിടെ റോഡിൽ 4 നീലവരകൾ കാണാം. ഈ 4 നീലവരകളും നമ്മെ നയിക്കുന്നത് 4 വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കാണ്. ഒന്ന്, ബർണദീത്ത എന്ന് പറയുന്ന പുണ്യവതി ജനിച്ച ഒറ്റമുറിയുള്ള വീട്ടിലേക്ക്. രണ്ടാമത്തെ വഴി ഈ പുണ്യവതിയുടെ ഇടവക പള്ളിയിലേക്ക്. മൂന്നാമത്തെ നീലവര നമ്മെ നയിക്കുന്നത് ഈ പുണ്യവതിക്ക് പരിശുദ്ധ കന്യകാമാതാവ് പ്രത്യക്ഷപ്പെട്ട ഗുഹയുടെ ഭാഗത്തേക്കാണ്. നാലാമത്തെ നീലവര നമ്മെ നയിക്കുന്ന ഈ പുണ്യവതി ആദ്യ കുർബാന സ്വീകരിച്ച ആശുപത്രി ചാപ്പലിലേക്കാണ്. ഈ വരകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ആ നാട്ടിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് ബർണദീത്ത എന്ന ഈ പുണ്യവതിക്കും ആ പുണ്യവതിയുമായി ചേർന്ന് കിടക്കുന്ന ചരിത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾക്കുമെല്ലാം എന്ന്. അതെ, ലൂർദ് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമാകുന്നത് അവളിലൂടെയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഭക്ഷിക്കുവാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കാനോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം. ബർണദീത്ത എന്ന 13 വയസ്സുള്ള ഈ പെൺകുട്ടിക്ക് എഴുത്തും വായനയും അറിയില്ല. കാരണം സ്കൂളിൽ പോകാനുള്ള അവസരം അവൾക്കുണ്ടായിരുന്നില്ല. ജന്മനാൽ തന്നെ അവൾ രോഗിണിയായിരുന്നു എന്ന് ചില ഗ്രന്ഥകാരന്മാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അവളും അവളുടെ സഹോദരിയും കൂട്ടുകാരും കൂടി വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയതാണ്. ഒരു നദി മുറിച്ച് ചെറിയ ഒരു തോട്, അത് മുറിച്ച് കടന്നു വേണം അവൾക്കിനി അപ്പുറത്തേക്ക് കടക്കാൻ. ആരോഗ്യക്കുറവുള്ള ഈ പെൺകുട്ടിക്ക് അത് മുറിച്ച് കടക്കുന്നതിന് അല്പം ബുദ്ധിമുട്ടേണ്ടി വന്നു. മറ്റുള്ളവരെല്ലാം ആ തോട് മുറിച്ച് കടന്നു. എന്നാൽ അവൾ ഇപ്പുറത്തന്നെ നിൽക്കുമ്പോൾ കാറ്റിൻ്റെ മർമ്മരം പോലെ ഒരു ശബ്ദം അവൾ കേട്ടു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിലുള്ള ഗുഹയിൽ ഒരു സ്ത്രീ, വളരെ സുന്ദരിയായ ഒരു സ്ത്രീ, അതിനു ചുറ്റും സ്വർണ്ണക്കളറുള്ള മേഘങ്ങളുണ്ടായിരുന്നു എന്ന് അവൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഏതാണ്ട് സ്വർണ്ണ നിറമുള്ള ചരടിൽ കോർത്ത മുത്തുകളുള്ള ഒരു കൊന്ത അവളുടെ കയ്യിലുണ്ടായിരുന്നു. ആ മുത്തുകളുടെ അറ്റത്ത് കിടക്കുന്ന ക്രൂശിത രൂപവും തിളങ്ങുന്നുണ്ടായിരുന്നു എന്ന് അവൾ സാക്ഷ്യപ്പെടുത്തുന്നു. അത് കണ്ട് അത്ഭുതപരവശിയായ അവൾ തൻ്റെ പോക്കറ്റിൽ നിന്ന് കൊന്തയെടുത്ത് അതിൻ്റെ മുന്നിൽ നിന്ന് കൊന്ത ചെല്ലാൻ തുടങ്ങി. അവൾ ഭയന്നു പോയി. ഇതാരാണ് എന്നവൾക്ക് മനസ്സിലായില്ല. ഭയന്ന് നിലവിളിച്ചവൾ ഏതെങ്കിലും ദുർഭൂതമാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ അതിനെ അകറ്റുന്നതിന് വേണ്ടിയാണ് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചത്. അവൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഈ ഗുഹയിൽ കണ്ട സ്ത്രീരൂപവും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരക്ഷരം മിണ്ടില്ല. അങ്ങനെ മിണ്ടാതെ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആ ദർശനം അവസാനിച്ചു. അന്നവൾ തൻ്റെ സഹോദരിയോടും കൂട്ടുകാരോടും ഈ ദർശനത്തെക്കുറിച്ച് ആരോടും പറയരുതെന്ന് പറഞ്ഞ് ചട്ടം കെട്ടിയതാണ്. പക്ഷേ അവളുടെ സഹോദരി വാക്ക് പാലിച്ചില്ല. അവളുടെ സഹോദരി അത് തൻ്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞു. മാതാപിതാക്കന്മാർ ഇവരെ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഇവർക്കെതിരെ സംസാരിക്കുകയാണ് ചെയ്തത്. ഇവർ നുണമറിയുകയാണെന്നും ഇവർക്ക് ഏതോ ദുർബോധത്തിൻ്റെ സാന്നിധ്യമാണ് ഉണ്ടായതെന്നുമാണ് ആ മാതാപിതാക്കന്മാർ തെറ്റിദ്ധരിച്ചത്. ഇനി മേലിൽ അവിടെ പോകരുത്, ഇനി മേലിൽ ഈ തരത്തിലുള്ള കുസൃതികൾ ഒപ്പിക്കുകയും ചെയ്യരുത് എന്ന് ഏതൊരു മാതാപിതാക്കന്മാരും തങ്ങളുടെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് പോലെ അവരും ഈ ബർണദീത്തയെയും അതുപോലെ തന്നെ ആ കൊച്ചനീത്തയെയും പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ 4 ദിവസം കഴിഞ്ഞ് അവൾക്ക് അവിടെ പോകണമെന്ന അതിയായ ആഗ്രഹം അവൾ വീണ്ടും പ്രകടിപ്പിച്ചു. അങ്ങനെ മാതാപിതാക്കന്മാരുടെ ആഗ്രഹത്തോടു കൂടി അവൾ വീണ്ടും ആ മാതാപിതാക്കന്മാർ സകല അനുഗ്രഹങ്ങളും അവൾക്ക് കൊടുത്തു പോകാനുള്ളത്. മാത്രമല്ല അവരുടെ നിർദ്ദേശപ്രകാരം അവളുടെ കയ്യിൽ ഒരൽപ്പം വെഞ്ചിരിച്ച് വെള്ളം കൂടി എടുത്തിരുന്നു. ഈ കണ്ട സ്ത്രീ ഏതെങ്കിലും ദുർഭൂതമാണെങ്കിൽ അവൾക്കറിയാം പരിശുദ്ധ ജലത്തിന് മുന്നിൽ
ഒരു പൈശാചിക സാന്നിധ്യവും നിലനിൽക്കില്ല എന്നവൾക്കറിയാം. അവൾ ആ നേരത്തെ കണ്ട ഗുഹയുടെ അടുത്ത് തനിക്ക് എവിടെയാണോ സാന്നിധ്യമുണ്ടായത് ആ ഗുഹയുടെ മുന്നിൽ ചെന്ന് അവൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും ആ സ്ത്രീ അവൾക്ക് പ്രത്യക്ഷയായി. അതേ രൂപത്തോടു കൂടി തന്നെ നിൽക്കുന്ന പ്രാർത്ഥിക്കുന്ന ആ രൂപത്തെ നോക്കിക്കൊണ്ട് ഇവൾ പ്രാർത്ഥിക്കുമ്പോൾ അവൾ തൻ്റെ കയ്യിലിരുന്ന ഈ ഹന്നാൻ വെള്ളം അവളുടെ മേലേക്ക് ഒഴിക്കുന്നുണ്ട്. ഏതെങ്കിലും ദുഷ്ടശക്തികളാണ് തന്നെ വശീകരിക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നെങ്കിൽ ഈ ശുദ്ധജലത്തിൻ്റെ, ഈ വിശുദ്ധ ജലത്തിൻ്റെ സാന്നിധ്യത്തിൽ അപ്രത്യക്ഷമാകുന്നതിന് വേണ്ടി. എന്നാൽ അവളുടെ പ്രാർത്ഥന കഴിയുന്നത് വരെ ആ രൂപം അവൾക്ക് കാണാൻ സാധിച്ചു. മാത്രമല്ല അവളുടെ കൂടെ ആ രൂപം പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. മറ്റാർക്കും കാണാൻ സാധിക്കാതിരുന്ന അവൾക്ക് മാത്രം ആ ഒരു ദിവ്യാനുഭൂതിയിലൂടെ അവൾക്ക് കാണാൻ സാധിച്ച ആ അത്ഭുതത്തിനെ കുറിച്ച് അവളുടെ കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത് ആ സമയത്ത് അവൾ മറ്റേതോ ലോകത്തിലായിരുന്നു എന്നതുപോലെയാണ് കാണപ്പെട്ടത്. വീണ്ടും 2 ദിവസങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും ആ സ്ഥലത്ത് തന്നെ വരുന്നുണ്ട്. അവിടെ വന്ന് വീണ്ടും അവൾ പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ കയ്യിൽ ഒരു തിരിയുണ്ടായിരുന്നു. ആ തിരിയുമായി തൻ്റെ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്ത് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ലൂർദ് മാതാവിൻ്റെ ആ പള്ളിയുടെ മുന്നിൽ തിരിപ്രദക്ഷിണം നടത്തുന്നതിൻ്റെ ആദ്യ രൂപമാണത്. തൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി തിരികൾ കൊണ്ട് പ്രദക്ഷിണം നടത്തുന്ന ഇന്നത്തെ ജനത്തിൻ്റെ ആദ്യ മാതൃകയാണ് ഈ 3-ാമത്തെ ദർശനത്തിൽ ഈ പെൺകുട്ടി ചെയ്തത്. 4-ാമത്തെ ദർശനത്തിൽ ഈ പരിശുദ്ധ കന്യാമാതാവ്, അമ്മയാണ് അതെന്ന് അവൾക്ക് അപ്പോഴും വ്യക്തമല്ല, പരിശുദ്ധ കന്യാമാതാവ് അവളോട് ആവശ്യപ്പെട്ടു തുടർച്ചയായി 2 ആഴ്ചകളിൽ അവൾ അവിടെ ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ നിരന്തരം അവൾ അവിടെ പോകുന്നുണ്ട്. നിരവധിയായ ആളുകൾ പിന്നീട് അവളെ അനുധാപനം ചെയ്യാൻ തുടങ്ങി. അവർക്കാർക്കും ഇത് കാണാൻ സാധിക്കുന്നില്ല. ഇവൾ ഏതോ ഒരു അനുഭൂതിതലമായിട്ടുള്ള തലത്തിൽ ഇങ്ങനെ ലയിച്ചു നിൽക്കുകയും അവൾക്ക് എന്തൊക്കെയോ ദർശനങ്ങൾ ഉണ്ടാകുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ആ രൂപത്തെ അവർക്ക് കാണുക അസാധ്യമായിരുന്നു. അവളുടെ 9-ാമത്തെ ദർശനത്തിൽ ബാക്കിയുള്ള ദർശനങ്ങൾക്ക് അത്രയേറെ പ്രാധാന്യമില്ലാത്തതിനാലും അതിൽ വലിയ സന്ദേശങ്ങൾ മാതാവ് നൽകാത്തതിനാലും അവയെല്ലാം നമ്മൾ സമയത്തിൻ്റെ കുറവിനാൽ ഉപേക്ഷിക്കുകയാണ്. 9-ാമത്തെ അവളുടെ ദർശനത്തിൽ അവൾ കുറേ ആളുകൾ അവളെ നോക്കി നിൽപ്പുണ്ട്. അങ്ങനെ ഏതോ ഒരു അനുഭൂതിയാൽ അവൾ നിന്നിരുന്ന സ്ഥലത്ത് നിന്നും കുറച്ചുകൂടി മുന്നോട്ട് മാറി. അവിടെ ആരോ എന്തോ പറയുന്നത് പോലെ, ശ്രദ്ധിക്കുന്ന പോലെ അവൾ കാണപ്പെട്ടു. പിന്നീട് അവൾ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് അവൾ കുനിഞ്ഞ് അവിടെ നിന്ന് മണ്ണ് മാറ്റിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അത്ഭുതകരമായ ജലമൊഴുകി വരുന്നത് ജനങ്ങൾ കണ്ടു. അവൾ കലങ്ങിക്കിടക്കുന്ന ആ വെള്ളത്തിൽ, ചെളി നിറഞ്ഞ ആ വെള്ളത്തിൽ അവൾ മുഖം കഴുകുകയും കുറച്ച് വെള്ളമെടുത്ത് അവൾ കുടിക്കുകയും ചെയ്തു. പിന്നീട് അവൾ ഭവനത്തിലേക്ക് തിരികെ പോയി. എന്നാൽ ആ ഉറവ നിന്നില്ല. പിന്നീട് ചരിത്ര പുസ്തകങ്ങൾ പറയുന്നത് ദിവസവും 2000-ത്തിലധികം ലിറ്റർ വെള്ളം അതിൽ നിന്ന് ഒഴുകി വരുന്നത് അവർ കണ്ടിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, പല ദർശനങ്ങളും കാണുന്നുണ്ട്. 13-ാമത്തെ ദർശനത്തിൽ പരിശുദ്ധ കന്യകാമാതാവ് അവളോട് അവിടെ ഒരു ദേവാലയം പണിയണമെന്ന് അവിടുത്തെ ഇടവക വികാരിയോട് നിർദ്ദേശിക്കുവാൻ ആവശ്യപ്പെട്ടു. അവൾ ഇടവക വികാരിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തനിക്ക് ഇത്തരത്തിലുള്ള ഒരു ദർശനമുണ്ടായെന്നും അവിടെ ഒരു ദേവാലയം പണിയണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ മേലിൽ ഇത്തരം കാര്യങ്ങളുമായി ഇവിടെ വരരുതെന്നും ഇത് മറ്റെന്തോ മാനസികമായിട്ടുള്ള വൈകല്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വികാരി അച്ഛൻ
അവളെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ഇനി ദർശനമുണ്ടാകുമ്പോൾ ആരാണ് ഈ വന്നിരിക്കുന്നതെന്ന് അവളോട് ചോദിക്കണമെന്ന് ചട്ടം കെട്ടിയാണ് ഈ കുട്ടിയെ തിരിച്ചയക്കുന്നത്. അടുത്ത ദർശനത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ അവൾ അമ്മയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മ അവൾക്ക് വെളിപ്പെടുത്തുന്നത് ഞാൻ അമലോത്ഭയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ അമ്മ അവൾക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. മാത്രമല്ല, അവളോട് പരിശുദ്ധ അമ്മ പറയുന്നത് പാപങ്ങളുടെ നിരവധിയായിട്ടുള്ള പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി അവളുടെ മാത്രമല്ല സകല ജനത്തിൻ്റെയും മോചനത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന ഒരു ആഹ്വാനവും ഈ ലൂർദിൽ 14-ാമത്തെ അവളുടെ ദർശനത്തിൽ അവിടുന്ന് നൽകുന്നുണ്ട്. അങ്ങനെയാണ് നിരന്തരമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചേർന്ന് ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പൊറുതിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് തന്നെ രൂപപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വീണ്ടും 16-ാമത്തെ അവളുടെ ദർശനത്തിൽ പരിശുദ്ധ കന്യാമാതാവ് അവൾക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവൾ കൂടുതൽ കൂടുതൽ നന്മയിലും കൃപയിലും വളർന്നു വരേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. വീണ്ടും 2 പ്രാവശ്യം കൂടിയാണ് അവൾക്ക് പരിശുദ്ധ കന്യാമാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. അതിനുശേഷം അവൾ ഉപവി സഹോദരിമാരുടെ അവിടെയാണ് അവളുടെ ആദ്യ കുർബാനയ്ക്ക് അവളെ ഒരുക്കിയതും അവളുടെ ആത്മീയ കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധാപൂർവം പെരുമാറിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അവളെ നയിച്ചു കൊണ്ടിരുന്നത് ഈ സന്യാസിനി സമൂഹത്തിൽപ്പെട്ട സഹോദരിമാരാണ്. ആ സഹോദരിമാരുടെ സഭയിൽ ചേർന്ന് അവൾ നിത്യവ്രത വാഗ്ദാനം നടത്തി. 35-ാമത്തെ വയസ്സിലാണ് അവൾ ഇഹലോകത്തിൽ നിന്ന് അവൾ വേർപെട്ടു പോയത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ലയോ മാർപ്പാപ്പയുടെ സമയത്ത് അവൾ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. വലിയ അത്ഭുതങ്ങളാണ് ഈ സ്ഥലത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ലൂർദ് എന്ന് പറയുന്ന സ്ഥലത്തെ ദേവാലയം അത് 125 ഏക്കറോളം പരന്നു കിടക്കുന്ന വിശാലമായ ഒരു കോമ്പൗണ്ടാണ്. 3 തലങ്ങളുള്ള അല്ലെങ്കിൽ 3 നിലകളുള്ള വലിയ ഒരു പള്ളി. ഇതിനോട് ചേർന്ന് ധാരാളം രോഗികൾക്ക് താമസിക്കുവാനുള്ള ആശുപത്രികൾ മാത്രമല്ല, രോഗികൾക്ക് താമസിക്കാനുള്ള ധാരാളം സ്ഥലങ്ങൾ. കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ, രോഗികളായിട്ടുള്ള ജനങ്ങൾ ഈ അത്ഭുത നീരുറവയിലേക്ക്, ഈ പരിശുദ്ധമ്മയുടെ സാന്നിധ്യം ലഭിച്ച് ഈ സ്ഥലത്തേക്ക് നിരന്തരം കടന്നു വരുന്നത് കൊണ്ട് വലിയ വലിയ കെട്ടിടങ്ങൾ ഇവർക്കായി തീർത്തിരിക്കുന്നു. ലോകത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന, രോഗികൾക്ക് വലിയ ആശ്വാസമേകുന്ന ഒരു മേഖലയായിട്ടാണ് ഇന്ന് ലൂർദ് അറിയപ്പെടുന്നത്. അതെ, ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ഹിറ്റ്ലറുടെ ആധിപത്യത്തിൽ വളരെയേറെ ക്ലേശിതരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി അന്ന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ജനത്തിൻ്റെ കുത്തൊഴുക്കായിരുന്നു ആ പ്രദേശത്തേക്ക്. ആ കാലഘട്ടത്തിൽ തന്നെ ഈ ജനത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ, അവിടെ വലിയ ദേവാലയം വരുന്നതിന് മുൻപേ തന്നെ ഈ ജനത്തിൻ്റെ സാന്നിധ്യത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവിടെയുള്ള ഭരണാധികാരികൾ എന്തു ചെയ്തെന്നു? അവർ ഒരു വലിയ വേലിക്കെട്ട് ഉണ്ടാക്കി ജനങ്ങളെ മാറ്റി നിർത്താൻ ആഗ്രഹിച്ചു. കാരണം ക്രമസമാധാനം പോലും തകരുന്നു. മാത്രമല്ല, അവിടെയുള്ള സ്ഥലം മുഴുവൻ അവരുടെ വിസർജ്യങ്ങൾ കൊണ്ട് മലിനമാക്കപ്പെടുന്നു എന്നുള്ള കാരണങ്ങളാൽ ഈ സ്ഥലത്ത് ജനങ്ങൾ വരുന്നത് തടഞ്ഞുകൊണ്ട് വേലി കെട്ടി വേർതിരിക്കാനായിട്ട് പരിശ്രമിച്ചു. എന്നാൽ ജനക്കൂട്ടം ഒന്നായി വന്ന് ആ വേലിക്കെട്ടുകൾ തകർത്തു കളഞ്ഞു. വീണ്ടും അധികാര മനോഭാവത്തോടുകൂടി ഈ അധികാരികൾ വലിയ ബലമുള്ള വേലിക്കെട്ടുകൾ നിർമ്മിക്കുന്നുണ്ട്. ആ സമയത്താണ് നെപ്പോളിയൻ ബോണോപ്പാർട്ടിൻ്റെ മകൻ രോഗിയായിട്ട് മാറിയതും അയാൾ ഈ അത്ഭുത നീരുറവയിലെ വെള്ളം പാനം ചെയ്ത് രോഗത്തിൽ നിന്ന് സൗഖ്യം നേടിയത്.
അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം കൊണ്ട് തന്നെ, ഭരണാധികാരികളുടെ ഇടപെടൽ കൊണ്ട് തന്നെ ആ വേലിക്കെട്ടുകൾ മാറ്റപ്പെട്ടു. ജനങ്ങൾക്ക് അവിടെ കടന്നു വരുന്നതിന് എളുപ്പമായി മാറി. അത്രയേറെ അത്ഭുതകരമായിട്ടുള്ള സാന്നിധ്യമുള്ള, അന്ന് മാത്രമല്ല ഇന്നും അത്ഭുതകരമായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞ ഒരിടമാണ് ലൂർദ് എന്ന് പറയുന്നത്. ബർണിതായുടെ ജീവിതം മുഴുവൻ ഈ അമ്മയുടെ മഹത്തായ സന്ദേശം നമുക്ക് പകർന്നു നൽകുന്നതിനുള്ള ജീവിതമായിരുന്നു. അവളെക്കുറിച്ച് പറയുന്നത്, അവൾ അധികം സംസാരിക്കാറില്ലായിരുന്നു. പ്രസന്നമായ അവളുടെ മുഖം പരിശുദ്ധ അമ്മയുടെ മഹത്വീകരണങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ വെമ്പുന്ന മുഖഭാവമായിരുന്നു അവളുടേത് എന്ന് എഴുത്തുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മ ജനത്തിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ് കാലാകാലങ്ങളിൽ അവരുടെ ആവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ അവരുടെ തകർച്ചയിൽ താങ്ങായി തണലായി അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ ഉണ്ടാകാറുണ്ട്. ലൂർദ് തകർന്നടിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഫ്രാൻസി എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള സാന്നിധ്യമുള്ള ഈ ഇടം തകർന്നടിഞ്ഞപ്പോൾ, ഏതായാലും 40,000 ജനങ്ങൾ തിങ്ങി വസിക്കുന്ന ഈ ലൂർദ് എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് ആ ജനത്തിന് മാത്രമല്ല, ഇന്ന് ലോകം മുഴുവൻ ലൂർദ് എന്ന് പറയുന്ന ഈ കുഗ്രാമത്തിലേക്ക് തങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ അവിടെ പരിശുദ്ധ അമ്മയിലൂടെ അത്ഭുതങ്ങൾ ഇന്നും നടക്കുന്നുകൊണ്ടാണ്. നമ്മുടെ ഏത് ചാനലുകളുടെ പരിധി നോക്കിയാലും ലൂർദിനെക്കുറിച്ച് ധാരാളം വിവരണങ്ങളുണ്ട്. കാരണം ഇത് ജനമനസ്സുകളിൽ അത്രയേറെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് ആ പ്രദേശം മാത്രമല്ല, ലോകം മുഴുവനും നമുക്ക് അനുഗ്രഹദായകമായിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലും തന്നെ ഇന്ത്യയുടെ ലൂർദ്, അല്ലെങ്കിൽ ഇറ്റലിയുടെ ലൂർദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സ്ഥലങ്ങളെല്ലാം നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത് അത്രയേറെ കൃപയൊഴുകുന്ന നീർച്ചാലിൻ്റെ ഒരു സാന്നിധ്യം ആ സ്ഥലത്ത് ഉള്ളത് കൊണ്ടാണ്.